റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച് കുറച്ചധികം കിട്ടില്ല ഓഫറുമായിട്ടാണ് ആമസോണും ഫ്ലിപ്കാർട്ടും വന്നിട്ടുള്ളത്. അതിൽ കുറച്ച് നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ കുറച്ച് ഓഫേഴ്സ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ആദ്യം തന്നെ ഹോണർ 90 എന്ന് പറയുന്ന ഒരു കിടിലൻ ഫോണാണ്. ഇറങ്ങിയപ്പോൾ ഒരു 40,000 രൂപ റേഞ്ച് ഇറങ്ങിയ ഫോണാണ്. ഇപ്പം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് 25,000 രൂപ റേഞ്ചിലാണ്. അതേപോലെ തന്നെ ഈ ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഫോൺ 512 GB അതേപോലെ 256 GB നിങ്ങൾക്ക് ഒരേ പ്രൈസിൽ വാങ്ങാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം 512 GB തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളിവിടെ നോക്കുമ്പോൾ കാണാം 256 GB ഏകദേശം നിങ്ങൾക്ക് അവസാനം ക്രെഡിറ്റ് കാർഡ് എല്ലാം യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏകദേശം ഒരു 25,249 രൂപയ്ക്കാണ് ഏറ്റവും ലാസ്റ്റ് വാങ്ങാൻ പറ്റുന്നത്. നിങ്ങൾക്ക് അതേപോലെ തന്നെ ഈ 512 GB ഓപ്ഷൻ എടുക്കുമ്പോൾ കാണാം അവിടെ ഒരു 2,000 രൂപ അഡീഷണൽ കൂപ്പൺ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെയിം പ്രൈസിൽ വാങ്ങാൻ പറ്റും. 25,749 രൂപ എന്നുള്ള ഒരു പ്രൈസിൽ വാങ്ങാൻ പറ്റും. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് മാത്രം എടുക്കുക, അല്ലാതെ ചാടിക്കയറി 256 GB എടുക്കാറ് ഈ ഒരു ഓഫർ ക്ലെയിം ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അടുത്ത ഞങ്ങളുടെ ഒരു ഓഫറാണ് സെയിം ഫ്ലിപ്കാർട്ടിൽ ആമസോണിലും ഇതിന് പ്രൈസ് ഓഫറിൽ വന്നിട്ടുണ്ട്. സാംസങ് S23 എന്ന് പറയുന്ന ഫോൺ ഫ്ലിപ്കാർട്ടിൽ ഏകദേശം നിങ്ങൾ ഓഫർ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് 55,000 രൂപയ്ക്ക് വാങ്ങാൻ പറ്റും. അതുപോലെ ആമസോണിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 50,000 റേഞ്ചിക്ക് 51,000 50,000 റേഞ്ചിൽ ഈ ഒരു സാംസങ് S23 വാങ്ങാൻ പറ്റും. അപ്പോൾ ഏറ്റവും പ്രൈസ് കുറഞ്ഞ് കിട്ടുന്നത് നിങ്ങൾക്ക് ആമസോണിലാണ്. ആമസോണിൽ നോക്കുകയാണെങ്കിൽ SBIയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ 2,000 രൂപ കൂപ്പണും കൂടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രൈസിലോട്ട് എത്തിച്ചേരുന്നത്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ICICIയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ ഒരു ഫോൺ 55,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. അതേപോലെ ആമസോണിലെ അടുത്തൊരു ഓഫറാണ് iPhone 13 ഏകദേശം 50,000 രൂപയ്ക്കാണ് റേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് SBI ക്രെഡിറ്റ് കാർഡും കൂടെ ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 49,249 രൂപയ്ക്ക് റെഡ്യൂസ് ആയി ഈ ഒരു പ്രൈസിന് വാങ്ങാൻ പറ്റും iPhone 13 എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുന്ന പല വീഡിയോസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ അറിയാം. പലരുടെയും ഫോണിന് പലതരത്തിലുള്ള ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്ഡേഷൻ ചെയ്തിട്ടും അല്ലാതെ എല്ലാം പലതരത്തിലുള്ള ഇഷ്യൂസാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പലരും ഞാനിടുന്ന വീഡിയോ ഈ കമൻറ്റ് ചെയ്യും, എനിക്ക് വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഈ ഒരു പ്രശ്നമില്ല, നീ കള്ളത്തരം പറയരുത്, ചുമ്മാ വന്നിരുന്ന് ചലച്ചാൽ പോരാ എന്നൊക്കെ പലരും നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്യുന്ന കണ്ടു. ആക്ച്വലി ഞാൻ ആ ഒരു വീഡിയോ ഇട്ടത് എൻ്റെ ഫ്രണ്ടിന് ഇതേപോലെ ഡിസ്പ്ലേ അടിച്ചു പോയി എന്നുള്ളൊരു കാര്യം വെച്ചിട്ടാണ്. നാട്ടിൽ എവിടെയോ നടന്ന് ഏതോ രാജ്യത്ത് നടന്ന കാര്യമല്ല, നമ്മുടെ നാട്ടിൽ എൻ്റെ ഫ്രണ്ടിന് വന്ന ഇഷ്യൂ ആണ്. അവൾ ബാംഗ്ലൂരാണ് നിൽക്കുന്നത്. അവിടെ അടുത്ത് സർവീസ് സെൻറ്ററിൽ കൊടുത്ത് അത് ശരിയാക്കി തിരിച്ച് കിട്ടിയെന്ന് ഫ്രീ ഓഫ് കോസ്റ്റിന് തന്നെ അണ്ടർ വാറൻറ്റി ആയതുകൊണ്ട്. ഇനി വാറൻറ്റി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് നമ്മൾ പൈസ കൊടുത്തിട്ട് ശരിയാക്കാൻ പറ്റത്തുള്ളൂ താനും. ഞാൻ എൻ്റെ ചാനലിൽ ഒരു ഫേക്ക് സാധനം കൊണ്ടിടുക എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഇടാറേ ഇല്ല. നിങ്ങളത് ഒന്ന് കൺസേൺ ചെയ്യുക. നിങ്ങൾ ഫേക്കാണെന്ന് പറയുന്നതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് തന്നെ അറിയാം ഈ 13 സീരീസിന് എത്രമാത്രം ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം. അടുത്താണ് സാംസങ് S21 FE എന്ന് പറഞ്ഞ ഫോൺ സ്നാപ്ഡ്രാഗൺ 888 വരുന്ന സീരീസിന് ഏകദേശം നിങ്ങൾക്ക് 32,000 രൂപയാണ് പ്രൈസ് ചെയ്തേക്കുന്നത്. ഓഫർ പ്രൈസ് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഏകദേശം ഒരു 30,000 രൂപയ്ക്ക് വാങ്ങാൻ പറ്റും. ഫ്ലിപ്കാർട്ടിലായതുകൊണ്ട് തന്നെ ICICIയുടെ ക്രെഡിറ്റ് കാർഡാണ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ 2,000 രൂപയാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് വാങ്ങാൻ പറ്റുന്നത്. അങ്ങനെ ഏകദേശം ഒരു 30,000 രൂപയ്ക്കാണ് സാംസങ് S21 FE നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ iPhone 15 14 ഇതുപോലെ തന്നെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. iPhone 15 വന്നിട്ട് 67,000 രൂപയ്ക്കാണ് അവരിപ്പോൾ പ്രൈസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണ് ICICIയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 2,000 രൂപ കുറച്ച് വാങ്ങാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു 65,000 രൂപയ്ക്ക് iPhone 15 ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ iPhone 15 നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ iPhone 14 ഏകദേശം 58,000 രൂപയ്ക്കാണ് പ്രൈസ് ചെയ്തിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് 2,900 രൂപ കൊണ്ട് റെഡ്യൂസ് ചെയ്ത് 55,000 റേഞ്ചിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെല്ലാം 128 GB ഈ ഒരു ഓഫറെല്ലാം വന്നിട്ടുള്ളത്. പിന്നെ ഹോണർ 90 എന്ന് പറയുന്നത് നിങ്ങൾക്ക് 256 GB അല്ല 512 GB ഫോൺ ഓഫറിൽ വാങ്ങാൻ പറ്റും എന്നുള്ളത് വളരെ മികച്ച കാര്യമാണ്. 25,000 രൂപയ്ക്കൊക്കെ ഒരു ഫോൺ വാങ്ങിക്കാൻ നിൽക്കുന്നവർക്ക് വളരെ കിട്ടിലും പ്രൈസിലാണ് വന്നേക്കുന്നത്. ഇറങ്ങിയപ്പോൾ തന്നെ വളരെ നല്ല ഫോണും വാൾനട്ടൊക്കെ വെച്ച് അടിച്ച് പൊട്ടിക്കുന്ന ഫോണായിട്ടാണ് വന്നത്. അത് വലിയ കാര്യമല്ല, നമുക്ക് ഏത് ഫോൺ വേണമെങ്കിലും വാൾനട്ടൊക്കെ വെച്ച് അടിച്ച് പൊട്ടിക്കാമെന്ന് നമ്മൾ ഈ നോർത്തുള്ള ഒരു പുള്ളി വീഡിയോ എടുക്കുന്നത് കണ്ടായിരുന്നു. പിന്നെ സാംസങ് S21 FE ഇതേപോലെ കുറച്ച് ഹീറ്റിംഗ് ഇഷ്യൂ എൻ്റെ അടുത്ത ഫ്രണ്ട്സ് ഉപയോഗിച്ചിട്ടും വേറെ പ്രശ്നമൊന്നുമില്ല. ബാറ്ററി ട്രെയിനിങ്ങിൻ്റെ ഒരു ഇഷ്യൂ അതുപോലെ ഹീറ്റിംഗ് ഇഷ്യൂവും ചെറുതായിട്ട് ഉണ്ട് എന്നുള്ള കാര്യം. അത് സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറയുന്ന ആ ഒരു ചിപ്സെറ്റ് വളരെയധികം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഹീറ്റിങ്ങിന് പേര് കേട്ടൊരു ചിപ്സെറ്റുമാണ് സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ക്യാരക്ടർ അത് കാണിക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ വേറെ പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ഞാൻ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നി കുറച്ച് ഓഫറിൽ വന്ന സ്മാർട്ട് ഫോൺസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഏതെങ്കിലും അഡീഷണൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിലും കിടിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒരു
ലെങ്തി വീഡിയോ എല്ലാം കൂടെ ചേർത്ത് ചെയ്യാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇതേപോലുള്ള വീഡിയോ കിട്ടാൻ വേണ്ടി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ കിളി ബ്രോ സൈനിങ് ഔട്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. അവിടെയാണ് നമ്മൾ കൂടുതലും വീഡിയോ പോസ്റ്റ് ചെയ്യാറ്. നിങ്ങളുടെ അതിൽ ആവശ്യാനുസരണം മാത്രമേ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യാറുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് കിളി ബ്രോ സൈനിങ് ഔട്ട്.